ഹായ്, ഇൻവെസ്റ്റിംഗ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റോക്ക് നമ്മൾ എത്ര കാലം ഹോൾഡ് ചെയ്യണം എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ്. ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിച്ചു, നമ്മൾ ആ സ്റ്റോക്ക് എത്രത്തോളം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്നും അതുപോലെ തന്നെ എത്രത്തോളം ഗ്രോത്ത് പൊട്ടൻഷ്യൽ അത് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയതിന് ശേഷമാണ് നമ്മളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാവുന്ന ഒരു സ്റ്റോക്കിനെ നമ്മൾ എത്ര കാലം ഹോൾഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എത്ര കാലം ആ ഒരു കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുമോ അത്രയും കാലം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യും. അതുമാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം, ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമുക്കതിലുള്ള ആ ഒരു അലോക്കേഷൻ കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യും. ആ ഒരു കമ്പനി എത്രത്തോളം നന്നായി പെർഫോം ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൽ പൊസിഷൻസ് കൂട്ടി കൂട്ടി കൊണ്ടുവരാം. അല്ലെ, എത്ര കാലം നമുക്കതിലേക്ക് പൊസിഷൻസ് ആഡ് ചെയ്യാം, എത്ര കാലം അത് നന്നായി പെർഫോം ചെയ്യുന്നു അത്രയും കാലം നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം നമ്മുടെ ഷെയർ പ്രൈസിൻ്റെ കാര്യമല്ല. ഷെയർ പ്രൈസ് ചിലപ്പം അനങ്ങാതെ കുറേ കാലം അതുപോലെ തന്നെ ഇരിക്കാം, പക്ഷേ നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ടാവും, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കമ്പനിയുടെ ഷെയർ പ്രൈസ് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും വർദ്ധിക്കും. ചിലപ്പോൾ ഒറ്റയടിക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ഭയങ്കര വലിയ റിട്ടേൺസ് വളരെ ചെറിയ ടൈം പീരീഡ് കൊണ്ട് ആ ഒരു സ്റ്റോക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നോ അത്രയും അധികം നമുക്കതിൽ അലോക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഷെയർ പ്രൈസിൽ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് വരാത്തത് പലപ്പോഴും? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. അവരെന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുറേ കാലം ഇതിനെ ഒരേ ലെവലിൽ തന്നെ പിടിച്ചിരുത്താൻ വേണ്ടി ശ്രമിക്കും. അവർ പലപ്പോഴും ആർട്ടിഫിഷ്യലായിട്ടൊക്കെ സെല്ലിംഗ് ഒക്കെ നടത്തിയിട്ട് ആ സ്റ്റോക്കിനെ മുകളിലോട്ട് കയറാതെ ആ പ്രൈസ് റേഞ്ച് തന്നെ അവർ പിടിച്ചു നിർത്താൻ വേണ്ടി നോക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കിൽ കുറേ കാലം നിൽക്കും. അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ കുറേ ക്വാണ്ടിറ്റി അവർ അക്വയർ ചെയ്തുകൊണ്ടേയിരിക്കും. പരമാവധി അവർക്ക് എത്രയാണോ വേണ്ടത്, അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും. ആ ഒരു ക്വാണ്ടിറ്റി അവർക്ക് കിട്ടുന്നത് വരെ അവരെന്ത് ചെയ്യില്ല, ഈ സ്റ്റോക്കിനെ മുകളിലോട്ട് വിടില്ല. അവർ ഉദ്ദേശിക്കുന്ന പ്രൈസ് റേഞ്ചിൽ തന്നെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വൺസ് അവർ വിചാരിച്ച ആ ഒരു ക്വാണ്ടിറ്റി അവർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഷെയർ പെർഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങും, ആ ഷെയർ മുകളിലോട്ടേക്ക് പോകാൻ വേണ്ടി തുടങ്ങും. അപ്പം തുടക്കത്തിൽ എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലത്തെ ആൾക്കാർ ആ ഒരു കമ്പനിയുടെ ആ ഒരു നല്ല പെർഫോമൻസ് കണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചതായിരിക്കാം. അവർക്ക് നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഷെയറും കൂടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, അവരുദ്ദേശിച്ച ആ ഒരു എമൗണ്ട്, ആ ഒരു ക്വാണ്ടിറ്റി അവർക്ക് കിട്ടുള്ളൂ. ആ ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മുകളിലോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഒറ്റയടിക്ക് വളരെ ഫാസ്റ്റായിട്ടൊന്നും ചിലപ്പോൾ അവർ കൊണ്ടുപോയില്ല. കാരണം ഘട്ടമായിട്ട് അവർ മെല്ലെ അതിനെ പലപ്പോഴും കൊണ്ടുപോകാറുള്ളൂ. പക്ഷേ അങ്ങനെ കുറേ കാലം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കമ്പനീനെ കുറേ കാലം അവർക്ക് അങ്ങനെ പിടിച്ചു വയ്ക്കാനും പറ്റില്ല. കാരണം ആൾക്കാർ കൂടുതലായിട്ട് ഈ സ്റ്റോക്കിനെ പറ്റി മനസ്സിലാക്കുമ്പം അങ്ങനെ കുറേ പേര് വന്നുകൊണ്ടിരിക്കും. ഇവർക്ക് പറ്റാവുന്നതിൽ കൂടുതൽ ഡിമാൻഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും സ്റ്റോക്കിനെ പെർഫോം ചെയ്തേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സ്റ്റേജ് എത്തും. ആ ഒരു സ്റ്റേജ് എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് മനം മടുപ്പുണ്ടാവും. കാരണം നമ്മൾ നോക്കുന്ന ബാക്കി എല്ലാ സ്റ്റോക്കും കയറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടേത് മാത്രമാണെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കിനെ നമുക്ക് എന്ത് ചെയ്യാം, എത്ര കാലം വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. നമുക്കതിൽ അഡീഷനും നടത്തിക്കൊണ്ടിരിക്കാം. ഇനിയിപ്പോൾ അത് മെല്ലെ മുകളിലോട്ട് കയറുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പൈസ ഇടാം, കുഴപ്പമില്ല, നമുക്ക് പൊസിഷൻ കൂട്ടാം. പക്ഷേ മോശം സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനി, അവരുടെ ഏർണിങ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമാണ്, അവരുടെ ഗൈഡൻസൊക്കെ ഭയങ്കര പുവറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ പുതിയ പൊസിഷൻസ് ഒരു കാരണവശാലും അങ്ങനത്തെ കമ്പനിയിലോട്ട് നമ്മൾ ഇടാൻ വേണ്ടി പാടില്ല. പിന്നെ അതുമാത്രമല്ല, മെല്ലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലുള്ള ആ പൊസിഷൻസിനെ കുറച്ച് കൊണ്ടുവരികയും വേണം. പിന്നെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫുള്ളായിട്ട് നമ്മൾ എത്രയാണ് ഇട്ടത് അത് കംപ്ലീറ്റ് ആയിട്ടും വിഡ്രോ ചെയ്ത് പോകേണ്ടയും കണ്ടീഷൻ വരാറുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് അല്ലേ. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ എപ്പോഴും സംഭവിക്കണമെന്നില്ല. നമ്മൾ നല്ലതെന്ന് വിചാരിച്ച കമ്പനികൾ എപ്പോഴും പെർഫോം ചെയ്യണമെന്നില്ല. നമ്മൾ മോശമാണെന്ന് വിചാരിച്ച് എഴുതി തള്ളിയ സ്റ്റോക്കുകളൊക്കെ പെട്ടെന്ന് കയറി മുകളിലേക്കും പോകും, അവരുടെ പെർഫോമൻസ് വർദ്ധിക്കും. അങ്ങനെ പെർഫോമൻസ് വർദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ പ്രൈസ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കയറി വന്നുകൊള്ളും. അത് താനേ വന്നുകൊള്ളും. നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഞാൻ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവർ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ടാവും. നല്ല രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു 5-10 ലക്ഷം രൂപയൊക്കെ നഷ്ടം വരുന്ന രീതിയിൽ അവരുടെ പോർട്ട്ഫോളിയോയുടെ ഒരു 40%, 50% ഒക്കെ നഷ്ടത്തിൽ അവരിങ്ങനെ അതിനെ ഹോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എത്ര കാലമായിട്ടാണ് അവർ ഹോൾഡ് ചെയ്യുന്നത്, കുറേ കാലം 5-10 വർഷമൊക്കെ ആയിട്ട് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താ, അങ്ങനെ ഒരു സ്റ്റോക്കിനെ കുറേ കാലം ഹോൾഡ് ചെയ്തിട്ട് ഇത് ഒരു ദിവസം കയറും എന്നുള്ള
പ്രതീക്ഷയിൽ നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുകളിലേക്ക് കയറുമോ? ആർക്കാണ് പറയാൻ പറ്റുന്നത്? ആർക്കും പറയാൻ പറ്റില്ല. ആ കമ്പനി നടത്തുന്ന ആൾക്കാർക്ക് പോലും പറയാൻ പറ്റില്ല ഇത് നാളെ മുകളിലോട്ട് കയറുമോ. അവരുടെ കമ്പനി നാളെ പെർഫോം ചെയ്യുമോ എന്നുള്ള കാര്യം അവർക്ക് പോലും അറിയണ്ടാവില്ല, അല്ലേ? ആ ഒരു ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് പോലും നാളെ എന്താ സംഭവിക്കുക എന്നറിയില്ല. അവർ കൃത്യമായിട്ട് ഒന്നും ചിലപ്പം പറയാനുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കമ്പനിയിൽ നമ്മൾ പുറത്തുനിന്നുള്ള നമ്മൾ വിചാരിക്കുകയാണെന്ത്, ഈ കമ്പനി 2 വർഷം കഴിയുമ്പം പെർഫോം ചെയ്യും, അല്ലെങ്കിൽ നാളെ പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഷെയർ പ്രൈസ് എങ്ങനെയെങ്കിലും മുകളിലെത്തിയിട്ട് എൻ്റെ ബൈയിങ് പ്രൈസ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാനത് വിൽക്കുള്ളൂ. ഇനി അല്ലെങ്കിൽ അതിനേക്കാളും മുകളിൽ. കഴിഞ്ഞ പ്രാവശ്യം ഇത് ഞാൻ മുൻകാലത്ത് ഹോൾഡ് ചെയ്തിരിക്കുന്ന സമയത്ത് എനിക്ക് എത്രയാണോ അന്ന് അതിൻ്റെ ഏറ്റവും ഓൾ ടൈം ഹൈ കിട്ടിയത്, ആ പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാനത് വിൽക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് കുറേ പേര് അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, മാർക്കറ്റിൽ വേറെയും കുറേ നല്ല നല്ല പ്ലേസ് ഉണ്ട്, നമുക്കത് മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ ഇടയിലുണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസിലോട്ട് നമ്മുടെ ഒരു ഫോക്കസ് മാറ്റിക്കഴിഞ്ഞാൽ, നമ്മളെ കയ്യിൽ വെച്ചേക്കുന്ന ഈ സ്റ്റോക്കുകളൊക്കെ വിറ്റിട്ട് അതിലോട്ട് പൊസിഷൻ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് നഷ്ടപ്പെട്ട എല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഷെയർ മാർക്കറ്റ് ഭയങ്കര മോശമാണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, കറക്റ്റായിട്ട് ചെയ്യുക. നഷ്ടം സംഭവിച്ചു, അത് കഴിഞ്ഞ കാര്യമാണ്. നമുക്കിനി അതിലൊന്നും പ്രത്യേകിച്ച് ചെയ്യാനുള്ളതില്ല. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് എന്താണെന്ന് മാത്രം ആലോചിച്ചിട്ട് ഇതൊക്കെ വേഗം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഏർണിങ്സും ഗ്രോത്തും ഒക്കെ ഉള്ള സ്റ്റോക്കിലോട്ട് നമ്മൾ മെല്ലെ നമ്മൾ ചുവട് മാറ്റണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു കമ്പനി ഇടിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നോക്കണം എന്താണ് അവിടെ നടക്കുന്നത്, അവരൊപ്പം തന്നെ പെർഫോം ചെയ്യുന്ന ബാക്കിയുള്ള കമ്പനികൾ എങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ ഇടിയുന്ന കമ്പനികൾ ആ ഒരു ഇടിച്ചിൽ തുടങ്ങുന്ന സമയം തന്നെ നമ്മൾ നോക്കണം എന്താണ് പ്രശ്നം, ഫണ്ടമെൻ്റലി എല്ലാം ഓക്കെയാണോ, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടോ, അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ, ക്യാപെക്സ് അവർ കൊണ്ടുവരാൻ പറഞ്ഞു അത് കൊണ്ടുവന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ പറഞ്ഞ സമയത്ത് തന്നെ അത് അവർ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ, ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അല്ലെങ്കിൽ എന്ത് പ്രശ്നം വേണമെങ്കിലും വരാം, അല്ലേ? അപ്പോൾ എന്താണ് പ്രശ്നം? അത് താൽക്കാലികമായിട്ടുള്ള പ്രശ്നമാണോ, അതോ അത് കുറച്ച് കാലം നീണ്ടു നിൽക്കുന്ന പ്രശ്നമാണോ? അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ. കുറച്ച് കാലം നീണ്ടു നിൽക്കുന്ന പ്രശ്നമാണെങ്കിൽ നമ്മൾ എന്തിനാണ് നമ്മുടെ പൈസ അതിലിട്ടിട്ട് വെറുതെ ആ ഒരു വിഷമവും പേറി കുറേ കാലം നിൽക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ക്യാപിറ്റലുമായിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. കാരണം നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത്രയും വലിയ ക്യാപിറ്റലൊന്നല്ലല്ലോ. ഈ വലിയ ഇൻവെസ്റ്റേഴ്സിനാണ് പ്രശ്നം. കാരണം അവർക്ക് അവരുടെ ക്യാപിറ്റൽ ഭയങ്കര വലുതാണ്. അപ്പം പെട്ടെന്നൊന്നും അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല. അങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ പ്രൈസ് ഭയങ്കരമായിട്ട് ഇടിഞ്ഞ് താഴെ വരും, അവർക്ക് തന്നെയാണ് നഷ്ടം ഉണ്ടാവുക. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അവർ അങ്ങനെ ചെയ്യില്ല. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് എക്സിറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇടിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ എന്താണ് റീസൺ, ചിലപ്പം ഒരു കുഴപ്പവും ഉണ്ടാവില്ല, കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ കാര്യം, വേറൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ ടെക്നിക്കൽസ് മാത്രം നമ്മൾ നോക്കിയിട്ടും കാര്യമില്ല, ടെക്നിക്കലും ഫണ്ടമെൻ്റലും കൂടി ചേർത്ത് നോക്കിയിട്ടേ കാര്യമുള്ളൂ. കൂടുതലായിട്ട് നമ്മൾ ഫണ്ടമെൻ്റലിൽ ഫോക്കസ് ചെയ്യണം. കാരണം ടെക്നിക്കൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതലും മാനിപ്പുലേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാകുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനത്തെ സ്റ്റോക്കുകളൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും, ഹോൾഡ് ചെയ്ത് പെട്ട ആൾക്കാരൊക്കെ ആയിരിക്കും പല ആൾക്കാരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറ്റാവുന്ന രീതിയിൽ അതിനൊക്കെ റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.